കിഴക്കേ ചപ്പാത്ത് എന്ന ചെറിയൊരു ടൗണിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും ഒഴുകി വരുന്ന ജലം ഇടുക്കി ഡാമിൽ ചേരുന്നത് പെരിയാറിൻ്റെ ഈ ഭാഗത്തു കൂടിയാണ്. കിഴക്കേ ചപ്പാത്ത് എന്ന ചെറിയ ടൗൺ കഴിഞ്ഞതോടുകൂടി വ്യാവസായിക അടിസ്ഥാനത്തിൽ തേയില കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി ഈ തോട്ടങ്ങൾ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മേഖലയിലെ പ്രധാനപ്പെട്ട തേയിലത്തോട്ടങ്ങളിൽ ഒന്നായ കയ്യംകുളം ഗ്രാമത്തിലാണ് ഈ മനോഹരമായ തേയിലത്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇത് മലങ്കര പ്ലാന്റേഷൻ്റെ കീഴിൽ വരുന്നതാണ്. മനോഹരങ്ങളായ തേയിലത്തോട്ടങ്ങളും മലനിരകളും നിറഞ്ഞ ഈ പ്രദേശം സഞ്ചാരികളെ ആകർഷിക്കുന്നു. നാഷണൽ ഹൈവേ 183 ആണ് മനോഹരങ്ങളായ ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ വളഞ്ഞു തിരിഞ്ഞു പോകുന്നത്. മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ നിന്നും വ്യത്യസ്തമായ തേയിലത്തോട്ടങ്ങളാണ് ഇവിടെയുള്ളത്. അതുപോലെ തന്നെ മൂന്നാറിലെ മലനിരകളിൽ നിന്നും വ്യത്യസ്തമായ മലനിരകളാണ് ഇവിടെയുള്ളത്. നൂറുകണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു തോട്ടമേഖലയാണിത്. തേയിലച്ചെടിയുടെ ഏറ്റവും പുതിയതും ഇളം തുമ്പും അതിനോട് ചേർന്നുള്ള 2 ഇലകളുമാണ് സാധാരണയായി നുള്ളിയെടുക്കുന്നത്. ഇതിനെ കൊളുന്ത് എന്ന് അറിയപ്പെടുന്നു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കാലാവസ്ഥ വർഷം മുഴുവനും തേയില നുള്ളുവാൻ അനുയോജ്യമാണ്. തേയിലത്തോട്ടം കഴിഞ്ഞതോടുകൂടി മരങ്ങളും കുറ്റിച്ചെടികളും നിറഞ്ഞ മലനിരകൾ കണ്ടു തുടങ്ങി. ആ കാണുന്ന മലയുടെ കീഴെ പച്ച നെറ്റ് വിരിച്ചിരിക്കുന്നത് കാണാം. ആ നെറ്റിനുള്ളിൽ ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നെറ്റ് വലിച്ചു കെട്ടിയിരിക്കുന്നത്. ഇപ്പോൾ കണ്ട ആ പള്ളി കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് കീഴിൽ വരുന്ന സെൻറ്റ് ജോർജ് ചർച്ച് ചിന്നാറാണ്. ആ പള്ളി ഇരിക്കുന്ന സ്ഥലത്തു നിന്നും ഏലപ്പാറയ്ക്ക് 89 കിലോമീറ്റർ ദൂരമുണ്ട്. ആ കാണുന്ന മലയുടെ സൈഡിലും കാണാം പച്ച നെറ്റ് വിരിച്ചിരിക്കുന്നത്. അവിടെയും ഏലക്കൃഷി ചെയ്യുന്നുണ്ട്. ഈ വളവ് തിരിഞ്ഞാൽ കാണുന്നത് താഴെ ചെറിയ തോതിൽ തേയിലക്കൃഷി ചെയ്തിരിക്കുന്നതാണ്. വൻകിട തേയിലത്തോട്ടങ്ങൾക്ക് പുറമെ ചെറുകിട കർഷകരും ഇവിടെ തേയില ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവരുടെ തോട്ടങ്ങളാണ് ഈ കാണുന്നത്. റൂട്ട് നമ്പർ 183 ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് യാത്ര തുടരുകയാണ്. പച്ചപ്പ് നിറഞ്ഞ പല വലുപ്പത്തിലുള്ള മലനിരകളാണ് താഴെയെല്ലാം കാണുന്നത്. വലിയ മലകളിലൂടെ വളഞ്ഞു തിരിഞ്ഞ് പണിതിട്ടുള്ള ഈ റോഡിലൂടെയുള്ള യാത്ര വളരെ മനോഹരമായ ഒരു അനുഭവമാണ് നൽകുന്നത്. അങ്ങ് ദൂരെ താഴെ കാണുന്ന മലനിരകളിലെല്ലാം തേയിലത്തോട്ടങ്ങളാണുള്ളത്. ആ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ നിർമ്മിച്ചിരിക്കുന്ന റോഡുകളും നമുക്ക് കാണാം. ഏലപ്പാറ പഞ്ചായത്തിൻ്റെ ഭാഗങ്ങളിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏലപ്പാറ എന്ന പേര് ഈ സ്ഥലത്തിന് വരാൻ കാരണം ആദ്യകാലങ്ങളിൽ ഏറ്റവും അധികം കൃഷി ചെയ്തിരുന്നത് ഏലമായിരിക്കാം. പിന്നീടാണ് തേയിലക്കൃഷി ആരംഭിച്ചത്. ബ്രിട്ടീഷ് ഭരണകാലത്ത്, പ്രത്യേകിച്ച് 1836 ഹെൻറി ബെക്കർ എന്ന മിഷണറിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രദേശം വികസിപ്പിച്ചത്. പിന്നീട് പൂഞ്ഞാർ രാജവംശത്തിൻ്റെ കീഴിലായിരുന്ന ഈ ഭൂമി തേയിലക്കൃഷിക്കായി ഉപയോഗിച്ചു. വലിയ മലനിരകളിലൂടെ നിർമ്മിച്ചിട്ടുള്ള ഈ റോഡ് വളഞ്ഞു തിരിഞ്ഞു പോകുന്നത് കാണാം. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗങ്ങളായ മലനിരകളാണ് ഇവയെല്ലാം. സമുദ്രനിരപ്പിൽ നിന്നും 3300 അടി ഉയരത്തിലൂടെയാണ് ഈ റോഡ് പോകുന്നതെന്ന് ഓർക്കണം. ഹൈറേഞ്ചിലെ ആദ്യത്തെ തേയിലത്തോട്ടമായ ടൈഫോഡ് എസ്റ്റേറ്റ്, പെൻഷാർ എസ്റ്റോ എന്നിവ ഏലപ്പാറ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എങ്ങും പച്ചപ്പ് നിറഞ്ഞ വലിയ തേയിലത്തോട്ടങ്ങളിലൂടെയുള്ള ഈ യാത്ര മനോഹരമൊരു കാഴ്ചയാണ് നമുക്ക് നൽകുന്നത്. കേരളത്തിലെ മലനിരകളിൽ ഉയരത്തിൻ്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്തുള്ള അണ്ണൻ തമ്പി മലനിര ഏലപ്പാറ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അണ്ണൻ മലയിൽ ഒരു ശിവക്ഷേത്രവും തമ്പിമലയിൽ ഒരു ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രവുമുണ്ട്. അവിടെ താഴെ ഇടത് സൈഡിൽ ചെറിയൊരു വാട്ടർഫാൾ കാണാം. ആ കാണുന്ന വളവ് തിരിഞ്ഞു ചെല്ലുന്നത് ഏലപ്പാറ ടൗണിലേക്കാണ്. ഈ കാണുന്നതാണ് മൊഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ഏലപ്പാറ. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ ഉൾപ്പെടുന്ന ഒരു സുന്ദരമായ മലയോര പ്രദേശമാണ് ഏലപ്പാറ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1000 മീറ്ററിലധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കോടമഞ്ഞും തണുപ്പും നിറഞ്ഞ സുഖശീതളമായ കാലാവസ്ഥയ്ക്ക് പേരുകേട്ടതാണ്. ഇവിടെ നിന്ന് കുട്ടിക്കാനത്തിന് 8 കിലോമീറ്ററും കോട്ടയത്തിന് 81 കിലോമീറ്ററും വാഗമണ്ണിന് 15 കിലോമീറ്ററും ദൂരമാണ് ഉള്ളത്.
ബ്രിട്ടീഷുകാരുടെ കാലഘട്ടങ്ങളിൽ ആരംഭിച്ച വലിയ തേയിലത്തോട്ടങ്ങളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. തേയിലത്തോട്ടങ്ങൾക്ക് പുറമെ കാപ്പി, കുരുമുളക്, ഏലം തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. വർഷം മുഴുവനും നല്ല തണുപ്പും കോടമഞ്ഞും അനുഭവപ്പെടുന്ന പ്രദേശമാണിത്. വിനോദസഞ്ചാരികളുടെ പറുദീസയായ വാഗമണ്ണിന് വളരെ അടുത്താണ് ഏലപ്പാറ സ്ഥിതി ചെയ്യുന്നത്. ട്രെക്കിംഗ്, ഓഫ് റോഡ് ട്രിപ്പുകൾ എന്നിവയ്ക്ക് അനുയോജ്യമായ ഭൂപ്രകൃതിയാണ് ഇവിടെയുള്ളത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആരംഭിച്ച തോട്ടങ്ങളുടെ പാരമ്പര്യം ഈ പ്രദേശത്തിനുണ്ട്. കൃത്യമായ ദിവസങ്ങളിൽ ഓരോ ചെടിയിൽ നിന്നും ഇലകൾ നുള്ളിയെടുക്കുന്നത് കൊണ്ടാണ് ഈ തോട്ടം ഇത്ര മനോഹരമായി കാണപ്പെടുന്നത്. രാവിലെ മഞ്ഞുതുള്ളികൾ മാറുമ്പോൾ മുതൽ തേയില നുള്ളൽ ആരംഭിക്കുന്നു. തേയിലത്തോട്ടങ്ങൾ കഴിഞ്ഞതോടുകൂടി മറ്റൊരു ടെറൈനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വലിയ പാറമലകൾ വെട്ടിയൊരുക്കിയാണ് ഇതിലൂടെ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് കാണാം. കിലോമീറ്ററോളം ദൂരത്തിലാണ് ഇങ്ങനെ ഇവിടെ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ മറ്റൊരു ടെറൈനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ആ കാണുന്ന മരങ്ങൾക്കിടയിൽ കൃഷി ചെയ്തിരിക്കുന്നത് ഏലമാണ്. ഏലത്തിന് ആവശ്യമായ തണൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവ ഈ മരങ്ങൾക്കിടയിൽ നട്ടിരിക്കുന്നത്. റൂട്ട് നമ്പർ 183 നിരവധി വളവുകളും തിരിവുകളും ഒക്കെ കഴിഞ്ഞ് മറ്റൊരു തേയിലത്തോട്ടത്തിൻ്റെ സമീപത്തു കൂടിയാണ് കടന്നു പോകുന്നത്. ഈ മനോഹരങ്ങളായ സ്ഥലങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം എത്തിച്ചേരുന്നത് കുട്ടിക്കാനത്തേക്കാണ്. പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ് കുട്ടിക്കാനം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങൾക്കും കോടമഞ്ഞിനും തണുപ്പേറിയ കാലാവസ്ഥയ്ക്കും പേരുകെട്ടതാണ്. 16-ാം നൂറ്റാണ്ടിൽ ചങ്ങനാശ്ശേരി രാജാവിൻ്റെ കീഴിലായിരുന്ന ഈ പ്രദേശം പിന്നീട് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ അധീനതയിലായി. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഹെൻറി ബേക്കർ എന്ന മിഷണറിയാണ് ഇവിടെ കാപ്പിത്തോട്ടങ്ങളും പിന്നീട് തേയിലത്തോട്ടങ്ങളും ആരംഭിച്ചത്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെയും ബ്രിട്ടീഷുകാരുടെയും വേനൽക്കാല വിശ്രമ കേന്ദ്രമായിരുന്നു കുട്ടിക്കാനം. കുട്ടിക്കാനത്തും പരിസര പ്രദേശങ്ങളിലുമായി നിരവധി പ്രകൃതിദത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ വേനൽക്കാല വസതിയായിരുന്ന അമ്മച്ചിക്കൊട്ടാരം കുട്ടിക്കാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കേരളീയ വാസ്തുവിദ്യയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. ആഷ്ലി ബംഗ്ലാവും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. മരീൻ കോളേജാണ് ആ കാണുന്നത്. 1995 പണിത. ഇന്ന് കുട്ടിക്കാനത്ത് സഞ്ചാരികൾക്ക് ആവശ്യമായ താമസ സൗകര്യങ്ങൾ, സാഹസിക വിനോദങ്ങൾ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ. മികച്ച രീതിയിലുള്ള ഹോം സ്റ്റേകളും മികച്ച രീതിയിലുള്ള ആഡംബര റിസോർട്ടുകളും എന്നിവയും ഇവിടെ ലഭ്യമാണ്. കുട്ടിക്കാനത്തു നിന്നും തിരിഞ്ഞു പോകുന്നതാണ് കുമിളിക്കുള്ള റോഡ്. മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ പാഞ്ചാലിമേടും പരുന്തുംപാറയും പിന്നെ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടവുമൊക്കെ അടുത്തടുത്ത സ്ഥലങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുട്ടിക്കാനം കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രധാനപ്പെട്ട സ്ഥലം മുണ്ടക്കയമാണ്. ഏകദേശം 21 കിലോമീറ്ററിൻ്റെ ദൂരമുണ്ട് കുട്ടിക്കാനത്ത് നിന്ന് മുണ്ടക്കയത്തിന്. ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളും കാഴ്ചകളുമുണ്ട്. പാഞ്ചാലിമേട് അവയിലൊന്നാണ്. മുറിഞ്ഞുപുഴ ജംഗ്ഷനിൽ നിന്നും അല്പം മാറി സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പാഞ്ചാലിമേട്. മറ്റൊന്ന് റോഡരികിലായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു വാട്ടർഫാളാണ് വളഞ്ഞങ്ങാനം വാട്ടർഫാൾ. ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാം വലിയ പാറക്കെട്ടുകളെ അരിഞ്ഞിറക്കിയാണ് ഇവിടെ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് എന്നത്. കിലോമീറ്ററുകളോളം ദൂരത്തിൽ ഇങ്ങനെയാണ് ഇവിടെ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് പെരുവന്താനം വ്യൂ പോയിൻ്റ്. യാത്രക്കിടയിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനും ഫോട്ടോകൾ എടുക്കുവാനും പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണിത്. കുട്ടിക്കാനം മലനിരകളിൽ നിന്ന് താഴേക്ക് മുണ്ടക്കയം ഭാഗത്തേക്ക് എത്തുമ്പോൾ കാണാൻ കഴിയുന്നത് മുണ്ടക്കയം റബ്ബർ തോട്ടങ്ങളുടെ മനോഹരങ്ങളായ കാഴ്ചകളാണ്. സമുദ്രനിരപ്പിൽ നിന്നും 3500 അടിയിൽ സ്ഥിതി ചെയ്യുന്ന കുട്ടിക്കാനത്ത് നിന്നും 433 അടിയിൽ സ്ഥിതി ചെയ്യുന്ന മുണ്ടക്കയത്തേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാണുന്നതെല്ലാം മുണ്ടക്കയം ഭാഗത്തെ മലനിരകളാണ്. പ്രധാനമായും ആ മലനിരകളിലെല്ലാം റബ്ബറാണ് കൃഷി ചെയ്തിരിക്കുന്നത്.
കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായൊരു പട്ടണമാണ് മുണ്ടക്കയം. കോട്ടയം ജില്ലയുടെ കിഴക്കൻ കവാടം എന്നറിയപ്പെടുന്ന ഈ സ്ഥലം കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമാണ്. കോട്ടയത്ത് നിന്ന് ഏകദേശം 48 കിലോമീറ്റർ കിഴക്കായാണ് മുണ്ടക്കയം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 82 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ പഞ്ചായത്തിലെ ജനസംഖ്യ 50,000 അടുത്താണ്. പച്ചപ്പ് നിറഞ്ഞ മലനിരകളും റബ്ബർ, കാപ്പി, കുരുമുളക്, കൊക്കോ തുടങ്ങിയവയുടെ വലിയ തോട്ടങ്ങളും മുണ്ടക്കയത്തിൻ്റെ മുഖമുദ്രയാണ്. കേരളത്തിലെ റബ്ബർ കൃഷിയുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ് മുണ്ടക്കയം. മണിമലയാർ ആണ് ഇടുക്കി ജില്ലയും കോട്ടയം ജില്ലയും വേർതിരിക്കുന്ന അതിര്. മണിമലയാറാണ് ആ കാണുന്നത്. ബസ് ഇനി പോകുന്നത് മുണ്ടക്കയം ബസ് സ്റ്റാൻഡിലേക്കാണ്. ഉയരങ്ങളിലേക്കുള്ള പ്രവേശന കവാടം എന്നാണ് ഈ ബസ് സ്റ്റാൻഡ് അറിയപ്പെടുന്നത്. കോട്ടയം ജില്ലയെയും ഇടുക്കി ജില്ലയെയും ബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ബസ് സ്റ്റാൻഡാണ് ഇത്. മൂന്നാർ, തേക്കടി, കുമിളി തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് ഇവിടെ നിന്നും KSRTC ബസ്സും പ്രൈവറ്റ് ബസ്സും ലഭിക്കുന്നതാണ്. മുണ്ടക്കയത്തു നിന്നും ബസ് ഇനി പോകുന്നത് കാഞ്ഞിരപ്പള്ളിക്കാണ്. കാഞ്ഞിരപ്പള്ളി ഒരു താലൂക്കാണ്. ഒരു അവധി ദിവസമായതുകൊണ്ടാണോ എന്നറിയില്ല, ബസ്സിൽ തിരക്ക് വളരെ കുറവാണ്. പുറത്തെ ഈ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് യാത്ര തുടരുകയാണ്. ഇവിടെ എവിടെ തിരിഞ്ഞു നോക്കിയാലും റബ്ബർ തോട്ടങ്ങൾ മാത്രമാണ് കാണാനുള്ളത്. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ ഈ റബ്ബറിൽ നിന്ന് ആണെന്ന് തോന്നുന്നു. ആ കാണുന്നത് പൈനാപ്പിൾ കൃഷി ചെയ്തിരിക്കുന്നതാണ്. വീണ്ടും റബ്ബർ തോട്ടങ്ങൾ കണ്ടു തുടങ്ങി. അങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ചതിന് ശേഷം കാഞ്ഞിരപ്പള്ളിയിൽ എത്തിച്ചേർന്നു. തിരക്കേറിയ കാഞ്ഞിരപ്പള്ളി ടൗണിലൂടെ കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിലേക്കാണ് ആദ്യം പോകുന്നത്. കോട്ടയം ജില്ലയിലെ ഒരു പ്രധാന നഗരവും താലൂക്ക് ആസ്ഥാനവുമാണ് കാഞ്ഞിരപ്പള്ളി. മലനാടിൻ്റെ രാജ്ഞി എന്നാണ് കാഞ്ഞിരപ്പള്ളി അറിയപ്പെടുന്നത്. കാഞ്ഞിരപ്പള്ളിയിലുള്ളത് ചെറിയൊരു ബസ് സ്റ്റാൻഡാണ്. അവിടെ നിന്നും കോട്ടയം ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. അങ്ങനെ ഈ യാത്ര ഇവിടെ തീരുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.